ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഒരു സ്പെഷ്യൽ കളറൊക്കെ ഉള്ള ലൈം ജ്യൂസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കസ്കസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളത്തോളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് സോക്കാവാൻ വേണ്ടി വെക്കാം. പെട്ടെന്ന് തന്നെ സോക്കായിട്ട് വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ലൈം ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ജഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഈ ജഗ്ഗിനേക്ക് ഞാൻ 2 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1.5 നാരങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയിൽ അത്ര പഴുക്കാത്തതായതുകൊണ്ട് നീരല്പം കുറവാണ്. അതുകൊണ്ടാണ് 1.5 ചേർക്കേണ്ടി വന്നത്. നല്ല പഴുത്തതാണെങ്കിൽ 1 ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3/4 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒരു 750 ml വെള്ളത്തിലാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരമാണ് ചേർക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ ലൈം ജ്യൂസിൽ പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കര വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർക്കുന്ന അത്രയും ചേർക്കേണ്ട, ഒരു ഇളം മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, നമ്മൾ 2 വിരലുകൊണ്ട് നുള്ളിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക അതിൻ്റെ ഒരു പകുതി ചേർത്താലും മതി. അത്രയേ നമുക്ക് വേണ്ടതുള്ളൂ. 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഒരു നുള്ള് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി മതി. നമ്മൾ കുറച്ച് വെള്ളമാകുമ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്, വളരെ ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട്. അപ്പോൾ ശർക്കരയും ഉപ്പും ഒരുപാട് കൂടി പോകരുത്. ഒരല്പം ഉപ്പും അതുപോലെ തന്നെ ശർക്കര ഒന്ന് മധുരത്തിന് അല്പം കുറച്ച് ചേർത്താലും മതി. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.